സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ, ദൈവാത്മാവേ. അവനെന്നെ പുതിയ സൃഷ്ടിയാക്കി, അവനെന്നെ റിക്കൺസൈൽ ചെയ്തു. എന്നിട്ട് ഈ റിക്കൺസിലിയേഷന്റെ ശുശ്രൂഷ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് അവൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു. വി ആർ എൻട്രസ്റ്റഡ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ, മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ രണ്ടാണ്. നിരപ്പിന്റെ പ്രവൃത്തി എന്ന് പറയുന്നതും നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നതും രണ്ടാണ്. നിരപ്പിന്റെ പ്രവൃത്തി എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നിരപ്പിന്റെ പ്രവൃത്തി, ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാൽവറി ക്രൂശിൽ മരിച്ചാലും ഒരാളെയും ദൈവത്തോട് നിരപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു മാത്രമല്ലല്ലോ ക്രൂശിൽ മരിച്ചിട്ടുള്ളത്. യേശുവിന്റെ കൂടെ തന്നെ രണ്ടുപേര് മരിച്ചില്ലേ? അല്ലേ? യേശുവിന്റെ കൂടെ തന്നെ രണ്ടുപേര് ക്രൂശിൽ മരിച്ചിട്ടും അവരുടെ ക്രൂശുകൾ ഒന്നും ആരെയും ഒരാളോടും നിരപ്പിച്ചിട്ടില്ല. That's the reason why we say the cross of Christ is, it's different. അത് യുണീക്ക് ആണ്. It is unique. It stands out. Stands out. അത് എന്താണ്? കുറെ കൂടെ എംബോസ്ഡ് ആയിട്ട് തള്ളി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ബാക്കിയുള്ള ഒരു ക്രോസും ലോകത്തിൽ ഇന്ന് വരെ ക്രൂശിക്കപ്പെട്ട ഒരു ക്രൂശും മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചിട്ടില്ല. എന്നാൽ യേശു കർത്താവിന്റെ മരണത്തിലൂടെ അവൻ നമ്മളെ എന്ത് ചെയ്തു? ദി ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ നടക്കുകയാണ്. നിരപ്പിന്റെ പ്രവൃത്തി നടക്കുകയാണ്. ആ നിരപ്പിന്റെ പ്രവൃത്തിയുടെ ശുശ്രൂഷയാണ് മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. അതാണ് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമേ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിട്ടുള്ളൂ. അത് മാത്രമേ. ഞാൻ ഇന്നലെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടല്ലോ. ദൈവവും മനുഷ്യനും വിദൂരത്തിലായിരുന്നപ്പോൾ, തമ്മിലെടുക്കാൻ വയ്യാതെ ഇരുന്നപ്പോൾ യേശു ഒരു പാലം പോലെ ആവുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ്. ഹി വാസ് ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ്. ഞാനും ദൈവവും തമ്മിലുള്ള ഗ്യാപ്പ് യേശു എന്ത് ചെയ്തു? ബ്രിഡ്ജ് ചെയ്തു. എങ്ങനെ? അവന്റെ ക്രൂശിനാൽ. പാലം പണിയാൻ യേശുവിനെ പറ്റൂ. ദൈവവും ഞാനും തമ്മിലുള്ള പാലം പണിയാൻ യേശുവിനെ പറ്റൂ. പക്ഷേ പാലം പണിതതുകൊണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഗോശ്രീ പാലം പണിതതുകൊണ്ട് വൈപ്പിനുള്ളവരെല്ലാം കൊച്ചി വന്നെന്ന് അർത്ഥമില്ല. ഇപ്പോഴും ആളുകൾ വൈപ്പിനിലുണ്ട്, കൊച്ചിയിലുമുണ്ട്, വന്നിട്ടുമുണ്ട്, ചിലർ വരുന്നുമുണ്ട്, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ യേശു പാലം പണിതു, ദൈവവും ഞാനും തമ്മിലുള്ള പാലം പണിതു. പക്ഷേ പാലം പണിതതുകൊണ്ട് മാത്രം അക്കരെയുള്ളവരെല്ലാം ഇക്കരെ വന്നുവെന്നില്ല. അക്കരെ ഇപ്പോഴും ആളുകൾ അക്കരെ നിൽക്കുകയാണ്. ആളുകൾ അക്കരെ നിൽക്കുന്നെങ്കിൽ നിരപ്പിന്റെ ശുശ്രൂഷ, നിരപ്പിന്റെ പ്രവൃത്തി നടന്നെങ്കിലും അത് ഫലവത്താവുന്നില്ല. അത് പ്രയോഗത്തിൽ വരുന്നില്ല. അത് പ്രയോഗത്തിൽ വരണമെങ്കിൽ ഈ പാലത്തിനക്കരെയുള്ള മിക്ക ആളുകളും ഇങ്ങനൊരു പാലം ഉണ്ടെന്ന് പോലും, ഒരുപക്ഷെ വൈപ്പിൻ ഒരു വലിയ മുനമ്പാണെങ്കിൽ, ഇപ്പം ആൾക്കാർക്കെല്ലാം അറിയാം ഗോശ്രീ പാലം നടന്നു. പക്ഷേ കോടിക്കണക്കിന് ആളുകൾ താമസിക്കുമ്പം റിവർ സാംബസിയുടെ മുകളിലൂടെ ഞാൻ മൊസാംബിക്കിൽ ആദ്യം ചെല്ലുമ്പോൾ സെംബസി റിവറിന്റെ മുകളിൽ കൂടെ ഒരു സ്ഥലത്ത് പാലമുണ്ട്. പക്ഷേ മൊസാംബിക്കിലേക്ക് കടക്കാനായിട്ട് പാലമില്ല. മൊസാംബിക്കിലേക്ക് കടക്കാൻ പാലമില്ലാഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം ഫ്ലൈറ്റിലാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു. എന്നാൽ ഇപ്പോൾ റിവർ സാംബസിയുടെ മോളിൽ കൂടെ ഒരു പാലം പണിതു. പക്ഷെ മൊസാംബിക്കിൽ ജീവിക്കുന്ന ആളുകൾ പാവങ്ങളാണ്. അവർക്ക് പത്രം വായിക്കാനും അറിയത്തില്ല, ടി വി കാണാനൊന്നും അങ്ങനെയൊന്നുള്ളവരൊന്നും അല്ല. അവർ വളരെ വെരി പുവർ പീപ്പിൾ. അവർ നല്ലൊരു ശതമാനം ആളുകളും ഇന്നും മനസ്സിലാക്കിയിട്ടില്ല മൊസാംബിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഇപ്പോൾ യോജിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ മൊസാംബിക്കില് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും ബാക്കിയുള്ള സ്ഥലവുമായിട്ട് ഇപ്പോൾ പാലം പണിതിട്ടുള്ളത്. അവിടുത്തെ ഗ്രാമത്തിലുള്ളവർ അവർ വല്ലതും അറിയുന്നുണ്ടോ? അവരാരും അറിയുന്നില്ല. അപ്പോൾ ദേ ആർ ഇഗ്നറന്റ് പീപ്പിൾ. ഇതേപോലെ ലോകത്തിൽ സകല മനുഷ്യവർഗത്തിന്, അതാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഫോർ ഓൾ വൺ ഹാസ് ഡൈഡ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി യേശു കർത്താവ് മരിച്ചു. പക്ഷേ എത്ര ശതമാനം ആളുകൾക്കറിയാം യേശു അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്? അറിയില്ല. അറിഞ്ഞെങ്കിലല്ല അവർക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പോൾ പറയുന്നത്, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും.
അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. പക്ഷേ വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പോകാതെ എങ്ങനെ, പറയാതെ എങ്ങനെ കേൾക്കും? പോകാതെ എങ്ങനെ പറയും? ആരും അയക്കാതെ എങ്ങനെ പോകും? ഒറ്റ കാര്യം മതി, രക്ഷിക്കപ്പെടാൻ ഒറ്റ കാര്യം മതി. യേശുവേ രക്ഷിക്കണേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി. പക്ഷേ യേശുവേ രക്ഷിക്കണേ എന്ന് വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? യേശു രക്ഷകനാണെന്ന് അവൻ വിശ്വസിക്കണം. അവൻ വിശ്വസിക്കണമെങ്കിൽ യേശു രക്ഷകനാണെന്ന് അവനോട് ആരെങ്കിലും പറയണം, പ്രസംഗിക്കണം. അവൻ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കുന്നവനെ ആരെങ്കിലും, പ്രസംഗിക്കുന്നവൻ പോകണമെങ്കിൽ ആരെങ്കിലും അയക്കണം. അവസാനത്തെ കാര്യം നടന്നാൽ മതി. പക്ഷെ അവസാനത്തെ കാര്യം നടക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങളും നടക്കണം. അയക്കണം, പോകണം, പ്രസംഗിക്കണം, വിശ്വസിക്കണം, വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടും. പാലം കയറി ഇപ്പുറത്ത് വന്നാൽ അവൻ കർത്താവുമായിട്ട് ചേർന്നു, ദൈവവുമായിട്ട് ചേർന്നു, ഒരു സംശയമില്ല. പക്ഷെ പാലം പണിതെന്നുള്ളത് പോലും അറിയാത്ത ഒരുത്തൻ എങ്ങനെ പാലത്തെ കൂടെ കയറും? അതുകൊണ്ട് ഈ പാലം പണിത ആ നിരപ്പിന്റെ ശുശ്രൂഷ, ഇപ്പോൾ ഇവിടെ പാലമുണ്ടെന്നുള്ള കാര്യം ജനങ്ങൾ അറിയിക്കേണ്ടതിന് പോകുന്ന ശുശ്രൂഷയാണ് നിരപ്പിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ ഈ പാലത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയാണ്. യേശു എന്നെ ദൈവത്തിന്റെ കയ്യെ പിടിപ്പിച്ചു. ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? ഞാൻ മനുഷ്യനെ യേശുവിന്റെ കയ്യെ പിടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യേശു എന്ത് ചെയ്തു? എന്നെ ദൈവത്തിന്റെ കയ്യിൽ പിടിപ്പിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ മനുഷ്യനെ യേശുവിന്റെ കയ്യിൽ പിടിപ്പിക്കുകയാണ്. അതാണ് മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. അതിന് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് സ്ഥാനാപതികളായിട്ടാണ്. ഈ ഭാഗത്തെക്കുറിച്ച് വൈകുന്നേരത്തെ സെഷനിൽ നമ്മൾ തുടർന്ന് പഠിക്കുന്നതാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഓർക്കണം, നമ്മൾ ഈ പകല് പഠിച്ച കാര്യങ്ങൾ വളരെ ഒരു ചെറിയ പാസേജിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്ത് നിർബന്ധം? അതിനാണ് നമ്മൾ ഈ പാസേജിലേക്ക് വന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് മീ. എന്തുകൊണ്ട്? കാര്യം ഈ സ്നേഹമാണ് എന്നെ ജീവിപ്പിച്ചത്. ഞാൻ നരകത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ യേശു ഇറങ്ങി വന്നു. ദൈവം മനുഷ്യനെ, അവൻ തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് നാം അവനാൽ ജീവിക്കേണ്ടതിനാണ്. ത്രൂ ഹിം. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കൂടെ ജീവിക്കണം. അവനോട് കൂടെ ജീവിക്കണം. അവനോട് കൂടെ എപ്പോഴും, ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും എപ്പോഴും. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി യേശു ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ പറ്റൂ. കാര്യം അവന്റെ ബ്രീഡ് മാറുകയാണ്. ഇന്നു മുതൽ നമ്മൾ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലും ജഡപ്രകാരം അറിയുന്നില്ല. എന്തുകൊണ്ടാണ്? കാര്യം എന്റെ വലിയ കൺസേൺ ജഡപ്രകാരമുള്ള കൺസേൺ അല്ല. അവര് IIT MTech പാസ്സായി ഇംഗ്ലണ്ടിൽ പോയി PhD എടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല എന്റെ സ്വപ്നങ്ങളൊക്കെ. അവർ കർത്താവിന്റെ സന്നിധിയിൽ സത്യത്തിൽ നടക്കുന്നതാണ് എന്റെ കൺസേൺ. അതാ, എനിക്ക് വേറെ കൺസേൺ ഒന്നുമില്ല. അവർ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ, അവർ വിജയിക്കുകയോ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്താണ്, അവർ പരീക്ഷയിൽ വിജയിക്കുന്നതിനേക്കാൾ വലുതാണ് നിത്യതയിൽ അവർ കടന്നു ചെല്ലുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളെയും അറിയുന്നില്ല, എന്റെ സഹോദരങ്ങളെ അറിയുന്നില്ല. ഞാൻ അവരെ കാണുമ്പോൾ എന്റെ മാംസത്തിന്റെ കണ്ണുകൾ കൊണ്ടല്ല ഞാൻ കാണുന്നത്. പ്രത്യുത ദൈവം എനിക്ക് തന്ന ആ പുതിയ കാഴ്ചപ്പാട്. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി അവരോർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത്. കാര്യം പുതിയ സൃഷ്ടി യേശുവിനെ പോലെയാണ്. യേശു എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത വ്യക്തി. ആ യേശുവാ എന്റെ മുമ്പിൽ, എന്റെ കണ്ണുകളിൽ കാണുന്നത്. അവന്റെ ബ്രീഡാണ് എന്നിൽ, അവന്റെ ജീനുകളാണ് എന്നിലുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? യേശു എന്ത് ചെയ്യുമായിരുന്നു അത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു എന്നും നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മളോട് തന്നെ ചോദിക്കാം, നാം അവനാൽ ജീവിച്ചുവോ? അവൻ മുഖേന ജീവിച്ചുവോ? ത്രൂ ഹിം. അതിനാണ് കർത്താവ് അവനെ ഭൂമിയിലേക്ക് അയച്ചത്. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ കർത്താവിനാൽ ജീവിച്ചു, അതൊരു ഫാക്റ്റാണ്. പക്ഷേ നാം അവനോട് കൂടെ ജീവിക്കുന്നുവോ?
അവനോട് കൂടെ ജീവിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഞാൻ ഉറങ്ങിയാലും ഉണർന്നാലും അവനോട് കൂടെ. എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും അവനോട് കൂടെ അല്ലാത്തതായിട്ടില്ല. തന്റെ അടുത്തോട് നമുക്ക് പറയാൻ പറ്റുമോ? യെസ് ലോർഡ്, എപ്പോഴും നീ എന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും, ഉറങ്ങിയാലും ഉണർന്നാലും എല്ലായ്പ്പോഴും. ഹല്ലേലൂയ. ഒരു നിമിഷാർത്ഥം പോലും കർത്താവിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. അങ്ങനെ ആകത്തുമില്ല, അങ്ങനെ പറ്റത്തില്ല. അത് നമ്മളെ തകർത്ത് കളയും. കാര്യം ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അവന് വേണ്ടി ജീവിക്കുകയാണ്, അവന് വേണ്ടി. വി ലിവ് ഫോർ ഹിം. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായ യേശുവിനായിട്ട് തന്നെ ജീവിക്കണം. അവന് വേണ്ടി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്, അവന് വേണ്ടി ജീവിക്കുകയാണ് എന്ന് തന്നെയല്ല, അവൻ നമ്മളിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ യേശുവിനെ അറിയുന്നത് എന്റെ ആത്മാവിലാണ്, പക്ഷേ യേശു എന്നിൽ ജീവിക്കുന്നത് എന്റെ ശരീരത്തിലാണ്. ഞാൻ അവനെ അറിയുന്നത് ആത്മാവിലാണ്, പക്ഷെ അവൻ എന്നിൽ ജീവിക്കുന്നത് എന്റെ ശരീരത്തിലാണ്. എന്റെ ശരീരം ഞാൻ അവന് കൊടുത്തിരിക്കുക. അവന് കാണാൻ ആഗ്രഹമുള്ളവരെ കാണാൻ, അവന് നോക്കാൻ ആഗ്രഹമുള്ളവരെ നോക്കാൻ, അവന് പോകേണ്ടടുത്ത് പോകുവാൻ എന്റെ കാലുകളെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അവന് കാണേണ്ടവരെ കാണുവാൻ എന്റെ കണ്ണുകളെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അവന് സംസാരിക്കേണ്ടവരോട് സംസാരിക്കാൻ ഞാൻ എന്റെ നാവുകളെ കൊടുത്തിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അവന്റെ മരണത്താൽ ഒരു റിക്കൺസിലിയേഷൻ നടന്നു. പക്ഷേ ഇപ്പോൾ കർത്താവ് ആ റിക്കൺസിലിയേഷന്റെ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. റിക്കൺസിലിയേഷന്റെ പ്രവൃത്തി, നിരപ്പിന്റെ പ്രവൃത്തി അവന് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അവനൊരു പാലം പണിതു, പക്ഷെ ആളുകൾ അക്കരെ കയറിയിട്ടില്ലല്ലോ. അവൻ എന്നോട് പറയുക, നീ ചെന്ന് പറ, ഇതാ ദൈവവുമായി ഇനിയിപ്പോൾ പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും, കർത്താവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയും, അവനുവേണ്ടി ജീവിക്കാനായിട്ട് കഴിയും. എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കാം, പക്ഷേ ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഹല്ലേലൂയ. നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ അടുത്ത് സത്യം ചെന്ന് പറയാൻ, ഈ സത്യത്തിലേക്ക്, ഈ ജീവനിലേക്ക് ജനങ്ങളെ നയിക്കാനായിട്ട് ഇറങ്ങിച്ചെല്ലാൻ. യേശുവിന് ഇവിടെയൊക്കെയുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവന് ഇന്ന് നടക്കാൻ കാലില്ല. അവന് കാലുകളാകാൻ നമ്മളെ വിളിച്ചിരിക്കുക. അവൻ യേശുവിന് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ജീവന്റെ സന്ദേശം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവന് കൊണ്ടുകൊടുക്കാൻ അവന് കൈകളില്ല. പക്ഷെ നമ്മുടെ കൈകൾ തന്നിരിക്കുകയാണ് അവരുടെ അടുത്തൊക്കെ ലഘുലേഖകളുമായി സുവിശേഷമായി ചെല്ലാൻ, അവരോട് സംസാരിക്കാൻ. യേശുവിനോടൊക്കെ ഒരു സന്ദേശമുണ്ട്. നമ്മൾ അടുത്ത സെഷനിൽ അതാ പഠിക്കുന്നത്. ആ സന്ദേശം കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ നീ എന്നിൽ ജീവിക്കണമേ, കർത്താവേ നിനക്ക് പോകേണ്ടടുത്ത് പോകാൻ ഞാൻ എന്റെ കാലുകളെ തരികയാ. കർത്താവേ, ഇപ്പോൾ എന്റെ മനസ്സിന്റെ കൺസേൺ നിന്റെ കൺസേണാണ്. ഞാൻ മറ്റുള്ളവരെ ജഡപ്രകാരം മാത്രമേ കണ്ടിരുന്നുള്ളൂ. എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്നവർ, എനിക്ക് അഭിമാനിക്കാനായിട്ട് എന്റെ അഭിമാനത്തിന് വേണ്ടി എന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാനാണ് ഞാൻ പരിശ്രമിച്ചത്. എന്റെ കുടുംബ ബന്ധത്തിൽ, എന്റെ അയൽവാക്ക ബന്ധത്തിൽ, എന്റെ ഓഫീസ് ബന്ധത്തിലൊക്കെ ഞാൻ ആലോചിച്ചത് എനിക്കതിനകത്തുനിന്ന് എന്ത് ലാഭം കിട്ടുമെന്നാണ്. എന്റെ പേഴ്സണൽ ലൈഫിൽ പോലും ഞാൻ പലപ്പോഴും അത് ആലോചിച്ചത്. ഞാൻ ജഡപ്രകാരമാണ് കർത്താവെ ആലോചിച്ചത്. പക്ഷേ ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് ഇനി ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പറ, കർത്താവേ ഇനി എനിക്ക് ജഡപ്രകാരം ആരെയും അറിയണ്ട, ഞാൻ ആത്മാവിൽ ആളുകളെ അറിയാൻ. എന്റെ കുഞ്ഞുങ്ങളെപ്പോലും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. അവരെക്കുറിച്ചുള്ള ജഡപ്രകാരമുള്ള എന്റെ കൺസേൺ ഞാൻ നിർത്തുകയാണ് കർത്താവേ. അവരുടെ ആത്മാവിന്റെ വളർച്ചയാണ് ഞാൻ നോക്കുന്നത്. കർത്താവേ, എന്റെ സഹോദരന്റെ, എന്റെ സഹോദരിയുടെ, എന്റെ അയൽക്കാരുടെ അവരെ കാണുമ്പോൾ ഞാൻ ജഡപ്രകാരം അവരെ കാണുന്നില്ല, ആത്മാവിൽ അവരെ കാണാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, നരകത്തിലേക്ക് ത്വരിതഗമനം നടത്തുന്ന ആളുകളെ കാണുമ്പോൾ നിനക്ക് അവരെക്കുറിച്ചുള്ള വേദന എന്റെ വേദനയാകുവാൻ നീ സഹായിക്കണമേ. നീ എന്നിൽ ജീവിക്കുകയാണെങ്കിൽ കർത്താവെ നിന്റെ വേദന എന്റെ വേദനയായി തീരുമല്ലോ. എനിക്ക് പലപ്പോഴും കർത്താവെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഉറങ്ങിയാലും ഉണർന്നാലും അവനിൽ ജീവിക്കുവാൻ തക്കണം, അവനോട് കൂടെ ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവെ, നീ ഞങ്ങൾ ജീവിക്കുന്നതിന്റെ ആ വലിയ മാഹാത്മ്യം, സൗഖ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നിനക്കുള്ള ഭാരം, സ്വർഗത്തിന്റെ ഭാരം. കർത്താവെ, മാനസാന്തരപ്പെടുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നുവെങ്കിൽ
മരിച്ചു പോകുന്ന പാപിയെക്കുറിച്ച് ദൈവം ദുഃഖിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വർഗം ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ വേദന ഏറ്റെടുക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ വേദന പങ്കുവയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. കർത്തനാം യഹോവേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്നുള്ളൂ. കർത്തനാം യഹോവേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്നുള്ളൂ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ഇതുവരെ യവനേശ്വരായി എന്നോട് കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി. ഇതുവരെ യവനേശ്വരായി എന്നോട് കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി. ദൈവാത്മാവേ ദൈവാത്മാവേ ദൈവാത്മാവേ
സ്നേഹിച്ചതിനാൽ